എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ ഐസ്ക്രീം. അപ്പോൾ ഈ ഐസ്ക്രീമിന് ഞാനിട്ടിരിക്കുന്ന പേര് ബനാന കോഫി ഡിലൈറ്റ് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിനെ വിളിക്കാം. അപ്പോൾ പേരിൽ പറയുന്നത് പോലെ തന്നെ ബനാനയും കോഫി പൗഡറും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. പിന്നെ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഐസ്ക്രീമിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബനാന കോഫി ഡിലൈറ്റ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് പഴമാണ്. ഞാനിവിടെ 3 റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റ് പഴം കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നമ്മുടെ പഴം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂർ നേരം നമുക്കിത് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഐസ്ക്രീമിന് വേണ്ട പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടിത് കട്ടിയാക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീമിന് വേണ്ട കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് അല്ലെങ്കിൽ കറക്റ്റ് പാകത്തിലേക്ക് നമ്മുടെ പഴം വരികയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ പഴമൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിയാതെ അങ്ങനെ തന്നെ പഴത്തിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി. രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ നന്നായിട്ട് കാപ്പിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇപ്പോൾ കോഫി പൗഡർ സാധാരണ കോഫി പൗഡർ ആണെങ്കിൽ അതിൽ തരി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ വേണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പാല് ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ അളവിൽ പാല്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടിത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴത്തിന് കുറച്ച് മധുരം ഉണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് മാത്രം ചേർക്കുക. നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും അടിച്ചെടുക്കുക. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഒന്നും കൂടി ഇത് നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ ഹൈ സ്പീഡിലിട്ട് വേണം അടിക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലേക്ക് ഒഴിച്ചു വെച്ചാണ് നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെയോ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെയോ എന്തിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് 4 മണിക്കൂർ നേരം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നേരം ഞാനിത് ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ആ കോഫിയുടെ ഒരു ടേസ്റ്റും ഒക്കെ ചേരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലാണ് ഈ ഐസ്ക്രീം കിട്ടുക. വളരെ സിമ്പിളാണ്. അപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരണു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.